കർത്താവിൽ ബഹുമാന്യരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങൾ. എബ്രായലേഖനം 6-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന കൂട്ടർ വാസ്തവമായി രക്ഷിക്കപ്പെട്ടവരാണോ അതോ രക്ഷയുടെ വക്കിലേക്ക് വന്നിട്ട് വിശ്വസിച്ച് ആ രക്ഷ സ്വായത്തമാക്കാതെ പിന്മാറിപ്പോയ ആളുകളാണോ എന്നുള്ളതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പഠന പരമ്പരയുടെ 2-ാമത്തെ എപ്പിസോഡിലേക്ക് 3-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് ഈ 5 ആനുകൂല്യങ്ങൾ നൽകപ്പെട്ട ഇസ്രായേൽ ജനം, അതായത് യഹൂദ ജാതി, അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. അവരെ പ്രകാശം ലഭിച്ചവരാണ്, സ്വർഗീയ ദാനം ആസ്വദിച്ചവരാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്, ദൈവത്തിന്റെ വചനം അത് രുചിച്ചു നോക്കിയവരാണ്, വരുവാനുള്ള ദൈവരാജ്യത്തിന്റെ ശക്തിയെ ആസ്വദിച്ചവരാണ്. ഈ 5 ആനുകൂല്യങ്ങൾ ആ ജനത്തെ സംബന്ധിച്ച് ദൈവം നൽകിയ പ്രത്യേകതയായിരുന്നു, പദവിയായിരുന്നു. അപ്പൊ ആ 5 ആനുകൂല്യങ്ങൾ എപ്രകാരം അവരെ വ്യർത്ഥമായി കളഞ്ഞു, അല്ലെങ്കിൽ അവർക്കത് പ്രയോജനമായി ഭവിച്ചില്ല എന്നുള്ളതാണ് ഞാൻ ഈ ക്ലാസ്സുകളിൽ കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ യാതൊരു മുൻവിധിയും ഉണ്ടായിരിക്കുകയില്ല. ഒരു സഭാ പശ്ചാത്തലത്തിന് വേണ്ടിയല്ല ഇതിന്റെ വ്യാഖ്യാനം പറയുന്നത്. ഞാൻ മുന്നമേ സൂചിപ്പിച്ചതുപോലെ ഞാൻ പറയുന്ന വീഡിയോ ഫോഷ്കാണ്, വചനവിരുദ്ധമാണ്, ആ കോണ്ടക്സ്റ്റിന് യോജിച്ചതല്ല, അത് തെറ്റാണ് എന്നൊക്കെ ഒരുപറ്റ ആൾക്കാർ മുമ്പോട്ട് വന്ന് പറയുന്നുള്ളതല്ലാതെ എന്താണ് അത് ശരി എന്ന് ഞാൻ പറയുന്നതിനെ ഖണ്ഡിക്കാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ ആരും അതിന് തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അറിയാമെന്നും ഈ യഹൂദ ആളുകളെ പോലെ അവര് സത്യത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നുവെങ്കിലും അത് അംഗീകരിക്കാൻ മനസ്സിലാത്തവരാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണം. ഇവർക്ക് ലഭിച്ച 2-ാമത്തെ ആനുകൂല്യത, they had tasted of the heavenly gift, സ്വർഗീയ ദാനം ആസ്വദിച്ചവരാണ്. ടേസ്റ്റഡ് എന്ന വാക്കിന് രുചിച്ചു നോക്കിയവർ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇവർ സംഭവിച്ചത്, രുചിച്ചു നോക്കിയവർ. ഈ ഭാഗത്ത് പറയപ്പെടുന്ന ആളുകൾ ഈ പ്രകാശനം, സ്വർഗീയ പ്രകാശനം ലഭിച്ചവർ മാത്രമല്ല, സ്വർഗീയ ദാനത്തെ രുചിച്ചു നോക്കിയ ആളുകൾ കൂടിയായിരുന്നു. സ്വർഗീയ പ്രകാശം അവർക്ക് ലഭിച്ചിരുന്നു എന്നുള്ളത് സത്യം. അതുപോലെ തന്നെ അവർ സ്വർഗീയ ദാനം ആസ്വദിച്ചവരുമാണ്. ഇവിടെ പറയപ്പെടുന്ന സ്വർഗീയ ദാനം എന്നത് പല കാര്യങ്ങളായിരിക്കാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങളെ സംബന്ധിച്ചും ബൈബിൾ സ്വർഗീയ ദാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത് സ്വർഗീയ ദാനം പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവ് സ്വർഗത്തിന്റെ ദാനമാണ്. എന്നാൽ ഇവിടെ പറയപ്പെടുന്ന ഈ യഹൂദന്മാർ, എബ്രായർ 6-ാം അധ്യായത്തിന്റെ 3 മുതൽ വാക്യങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന യഹൂദന്മാർ, അവരെ രുചിച്ചു നോക്കി അല്ലെങ്കിൽ ആസ്വദിച്ചു എന്ന് പറയുന്നത് പരിശുദ്ധാത്മ ദാനത്തെ അല്ല. കാരണം അടുത്ത വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യക്തമായി ഈ ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ എന്ന് പരാമർശിക്കിയാൽ ഈ മുകളിൽ പറയപ്പെട്ടിരിക്കുന്ന ഭാഗത്ത് പറയപ്പെടുന്നത് ദാനം പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതായത് ദൈവം ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിന് ദാനം ചെയ്ത രക്ഷാമാർഗമായ കർത്താവായ യേശുക്രിസ്തുവാണ് ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ദാനം, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ഏറ്റവും മഹത്തരമായ ദാനം. ഗോഡ് ഗേവ് ഹിസ് only begotten son to the world. അത് 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നു.
പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. അപ്പൊ പറഞ്ഞു തീരാത്ത ദാനം എന്ന് പറയുന്നത് നമുക്ക് ദാനമായി നൽകിയ, നമ്മുടെ രക്ഷയ്ക്ക് ദാനമായി സ്വർഗം നൽകിയ രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അത് തന്നെയാണ് എഫേസ്യർ 2:8 വിശ്വാസത്താൽ കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അത് ദൈവത്തിന്റെ ദാനമത്രയാകുന്നു പറയുന്നു. അപ്പൊ വാസ്തവത്തിലൂടെ പറയപ്പെടുന്ന ദാനം പരിശുദ്ധാത്മദാനമല്ല. ഈ കോണ്ടെക്സ്റ്റിൽ പറയപ്പെടുന്ന ദാനം രക്ഷയുടെ ദാനമായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം നൽകിയ മഹത്തരമായ ദാനമാണ് കർത്താവായ യേശു. അത് തന്നെയാണ് ഇവിടെ ഇവ രുചിച്ചു നോക്കിയതായി പറയപ്പെടുന്ന സ്വർഗീയ ദാനം. ഇത് എന്നെ കേൾക്കുന്ന ജോബി ടി അലക്സനും അൻസൻ മാരാമനും ശേഷം അസ്മാദികൾക്കും എല്ലാം വാസ്തവത്തിൽ വചനം പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കത് നിശ്ചയമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ അവർ ശുശ്രൂഷ ചെയ്യുന്ന സഭാ പശ്ചാത്തലം എന്ത് വിശ്വസിക്കുന്നോ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് വിശ്വസിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നത്. എന്നാൽ എന്റെ ടീച്ചിങ് നേരെ വിപരീതമാണ്. ഞാൻ നിൽക്കുന്ന ബ്രദറൻ പ്രസ്ഥാനത്തിനകത്ത് ഒരാളെ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല എന്റെ വിഷയം. എന്റെ വിഷയം വേദവസ്തു എന്ത് പഠിപ്പിക്കും. ഞാൻ എത്രയോ കാര്യങ്ങൾ ഓപ്പണായി പറയുന്ന ആളാണ്. മൂപ്പന്മാരുടെ നിയമനം തുടങ്ങി പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലേ. അപ്പൊ ഈ സഭയിൽ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അതിനെ അംഗീകരിക്കാൻ ഒക്കുമോ? അതൊക്കെ സഭകൾ അതാത് സമയത്ത് കാര്യസാധനത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിരിക്കും. അതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു വിഷയമല്ല. വാട്ട് ദ ബൈബിൾ സേസ് അബൌട്ട് ഇറ്റ്, അതാണ് എന്റെ പ്രശ്നം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ പറയപ്പെടുന്ന ദാനം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ വലിയ ദാനത്തെ, അതായത് ഗ്രേറ്റ് ഗിഫ്റ്റ് ഹവർ വാസ് നോട്ട് റിസീവ്ഡ്, ദൈവം നൽകിയ ഈ ദാനത്തെ അവരെന്തില്ല, അവര് കൈക്കൊണ്ടില്ല, അവരെ സ്വീകരിച്ചില്ല. ആ ദാനത്തെ അവര് സന്തോഷകരമായി അത് അനുഭവിച്ചില്ല. ദാറ്റ് മീൻസ് ദേ ഹാവ് നോട്ട് ഫീസ്റ്റഡ് ഓൺ ഇറ്റ്. അവരത് അനുഭവിച്ചില്ല. ബട്ട് ഓൺലി ടേസ്റ്റഡ്. എന്തായിരുന്നത്? അവർ രുചിച്ചു നോക്കുക മാത്രമാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ അതിനെ സാമ്പിൾ ചെയ്യാൻ. ഇപ്പൊ നമ്മള് ഈ ചില കച്ചവട സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ ഈ ഉത്സവപ്പറമ്പ് വഴി പോകുന്നൊരു ശീലം എനിക്കില്ല. എങ്കിലും വേറെ ചില പ്രത്യേക രംഗങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ, ലുലു മാളിലോ മറ്റൊരു ചെല്ലുമ്പോൾ ചില പുതിയ ഫുഡ് പ്രൊഡക്റ്റുകൾ, ചില ജാമുകൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങള് അവിടെ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ സ്റ്റാളിൽ നിൽക്കുന്ന ആളുകൾ, സാറേ ഇത് സാർ വാങ്ങിയോ? ഇല്ല. എന്നാ ഇതൊന്ന് വാങ്ങി ഒന്ന് സാമ്പിൾ ചെയ്താട്ടെ, ഇത് നോക്കിയാട്ടെ, സാർ നിശ്ചയമായിട്ടും വാങ്ങും. അപ്പൊ വളരെ നിർബന്ധിക്കുമ്പോൾ അവരെന്തറിയാം, അവരൊരു കരണ്ടിയിൽ ഒരു ശകലം എടുത്തിട്ട് നമ്മുടെ തരും, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് കൊള്ളാം, ഒന്നിൽ അത് സോറാണ്, അല്ലെങ്കിൽ സ്വീറ്റ് ആണ്, അല്ലെങ്കിൽ അത് വളരെ ഡെലീഷ്യസ് ആണ് എന്ന് പറയും. അങ്ങനെ നമ്മളെ അവർ വാങ്ങിപ്പിക്കാൻ അവർ സാധാരണ എന്ത് ചെയ്യും, ഇതൊരു സാമ്പിൾ ചെയ്യും, ഒന്ന് രുചിച്ചു നോക്കാൻ പറയും. അപ്പം ഇവിടെ പറയപ്പെടുന്ന എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 3 മുതൽ വാക്യങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ആളുകൾ, they tasted the heavenly gift. സ്വർഗീയ ദാനത്തെ അവരെന്ത് ചെയ്തു, രുചിച്ചു നോക്കി. ഇത് മനസ്സിലാക്കാൻ ഞാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും വ്യക്തമായിരിക്കുന്ന ഒരു ദൃഷ്ടാന്തം തരാം. മത്തായിയുടെ സുവിശേഷം 27 വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിനെ 2 കള്ളന്മാരുടെ ഇടത്തും വലത്തുമായി നടുവിൽ ക്രൂശിച്ചിരിക്കുകയാണ്. അപ്പൊ നടുവിൽ കിടക്കുന്ന കർത്താവായ യേശു അവൻ ഈ ക്രൂശീകരണത്തിന്റെ പാരവശ്യതയിൽ അവന്റെ നാവ് അണ്ണാക്കോട് പറ്റി, 22-ാം സംഖ്യയിൽ വായിക്കുന്ന പോലെ എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ അവന്റെ തൊണ്ട ഉണങ്ങി, നാവ് വരണ്ടു. അപ്പോൾ യേശു ക്രൂശിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, ഐ തേഴ്സ്റ്റ്. അപ്പൊ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പടയാളികൾ ഒരുത്തൻ ഒരു സ്പോങ് എടുത്ത് അതിൽ പുളിച്ച വീഞ്ഞിൽ അത് മുക്കിയിട്ട് അവന് കുടിപ്പാൻ കൊടുത്തപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ലൂക്കോസാണ് ഏറ്റവും വ്യക്തമായിരിക്കുന്നത്. When he had tasted it, he was not willing to drink it. അവൻ അത് രുചിച്ചു നോക്കിയാറെ അത് കുടിക്കുവാൻ അവന് മനസ്സായില്ല. കാരണം അറിയാമോ, കണ്ടി വെണ്ണ കലർന്ന വീഞ്ഞായിരുന്നു എന്ന് പ്രത്യേകതയുണ്ട്. ഈ കണ്ടി വെണ്ണ കലർന്ന വീഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂശിക്കപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ക്രൂശിന്മേൽ കയറിയ ആളുകൾ, ക്രൂശീകരണത്തിലൂടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകൾ മരിക്കാൻ താമസിച്ചാൽ സാധാരണ നോമിനലി അവർ മരിക്കേണ്ട സമയം കണക്കൂട്ടിട്ടുണ്ട്. അതിലും അപ്പുറത്തേക്ക് അവർ ജീവനോട് ക്രൂശിൽ കിടന്നു കഴിഞ്ഞാൽ അതിവേദനയിൽ പുളഞ്ഞ് അതിപാരവശ്യതയിലാകുന്ന സമയത്ത് ആ വേദനയ്ക്ക് ഒരു പരിഹാരമുണ്ടാകുവാൻ അവർക്ക് കൊടുക്കുന്ന ഒരു സെഡേറ്റീവായിരുന്നു ഈ കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ്. നമ്മളെയൊക്കെ സർജറിക്കായിട്ട് തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോഴേ ആദ്യം തന്നെ ഒരു ചെറിയ സെഡേഷൻ തന്നിട്ടാണ് കൊണ്ടുപോകുന്നത്.
ആ സെഡേഷൻ തന്നിട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ നമ്മളെ ഈ ഹോസ്പിറ്റൽ പാസ്വേ കൂടെ കൊണ്ടുപോയിട്ട് തിയേറ്ററിന്റെ അടുത്തോട് പോകുന്ന സമയത്തൊക്കെ നമുക്കറിയാൻ കഴിയും മൈൽഡ് സെഡേറ്റീവായി എന്നിട്ട് വളരെ ശക്തമായി പ്രതികരിക്കാനൊന്നും കഴിയാത്ത ഒരവസ്ഥ എന്നാ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. ആ സെഡേറ്റീവ് തന്നിട്ട് നമ്മളെ കൊണ്ടുപോകുന്നു. തിയേറ്ററിലേക്ക് കയറ്റി കഴിയുമ്പോൾ നമുക്ക് അനസ്തേഷ്യ അതിന് ഡോക്ടർ വരും. അതായത് നമ്മൾ പറയണം അനസ്തേഷ്യ തരാൻ പോവുകയാണ്. യെസ് എന്ന് പറയാൻ അതിന് മുമ്പ് അതേ പറയുള്ളൂ, അടുത്ത സെക്കൻഡിലാണ് നമ്മൾ ഉറങ്ങാൻ കഴിയും. അപ്പൊ ഇവിടെ ആദ്യം തന്ന സാധനം ഒരു സെഡേറ്റീവാ, നോട്ട് ദ ഫുൾ ഡോസ്. സോഡിയം പെന്റാത്തോൾ പോലെയുള്ള സാധനങ്ങളാ തരുന്നത്. ഇപ്പൊ അതിൽ കൂടിയതും കാണുമായിരിക്കും. കാര്യം ഞാനൊരു മെഡിക്കൽ സ്റ്റുഡന്റോ ഒന്നും അല്ലല്ലോ, എങ്കിലും വായിച്ചുള്ളവരെ പറയുക. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഡോസ് സെഡേറ്റീവ് തന്നു കഴിയുമ്പോൾ നമ്മുടെ കൈകാലുകളൊക്കെ ഒന്ന് തളർന്നു ഒരു ആയാസത്തിലേക്ക് അങ്ങ് പോകും. ഫുൾ ഡോസ് എന്ന് കഴിയുമ്പോൾ നമ്മൾ മയക്കത്തിലേക്ക് പോകും, നിദ്രയിലേക്ക് പോകും. ഇവിടെ വായിക്കുന്നത് കർത്താവായ യേശു ഈ സ്പോഞ്ച് ഈ കണ്ടിവെണ്ണയിൽ മുക്കിയ വീഞ്ഞിൽ മുക്കിയിട്ട് അത് അവന്റെ നാക്കിനോട് അല്ലെങ്കിൽ ചെറിയോടെ അടുപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവനത് രുചിച്ചു നോക്കിയപ്പോൾ അത് കുടിപ്പാൻ അവന് മനസ്സായില്ല. എന്താ കാരണം? കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് കുടിച്ചാൽ വേദനയ്ക്ക് ഒരു ചെറിയ ഇളവുണ്ടാകും. ക്രിസ്തു കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നാണ് മരിക്കേണ്ടത്. വേദന സഹിച്ചാണ് മരിക്കേണ്ടത്. അതാണ് പ്രവചനം, അതാണ് പ്രവചന നിവൃത്തി. അങ്ങനെ വരുമ്പോൾ കണ്ടിവെണ്ണ കുടിച്ച് വേദന സംഹാരം വരുത്തിയാൽ തിരുവഴുത്തിലെ നിവൃത്തി എന്ന നിലയിൽ അവന്റെ മരണമായി തീരുകയില്ല. അതുകൊണ്ട് ഹി റെഫ്യൂസ് ടു ഡ്രിങ്ക് ഇറ്റ്. കുടിക്കാൻ അവന് മനസ്സായില്ല. ഇവിടെ ഈ പറയപ്പെടുന്ന ആളുകൾ, അതായത് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ, ജോബിറ്റി അലക്ഷനൊക്കെ വേണമെങ്കിൽ എന്നെ കണ്ണിക്കാം, നിങ്ങളെ കണ്ണിക്കാൻ വരുന്നതാണ് എനിക്ക് സന്തോഷം. അപ്പൊ നിങ്ങളോട് വളരെ സ്നേഹമുള്ളപ്പോൾ തന്നെ നിങ്ങളുടെ വ്യാഖ്യാനത്തോട് ഒഴിവത്തിന് യോജിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ വായിക്കുന്നത് അങ്ങനെ അവരെന്ത് ചെയ്തു? അവര് ഈ സ്വർഗീയ ദാനം അവർക്ക് നൽകപ്പെട്ടപ്പോൾ ദേ ടേസ്റ്റഡ് ഇറ്റ്, സാമ്പിൾഡ് ഇറ്റ്, പക്ഷേ ദേ റെഫ്യൂസ് ടു അക്സെപ്റ്റ് ഇറ്റ്. അതവരെ രുചിച്ചു നോക്കിയെങ്കിലും അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇറ്റ് വാസ് നോട്ട് അക്സെപ്റ്റഡ് ഓർ ലീവ്ഡ്. അവർ അത് കൈക്കൊള്ളുകയോ അതിന് പ്രകാരം ജീവിക്കുകയോ ചെയ്തില്ല. ദേ ഓൺലി എക്സാമിൻ ഇറ്റ്. അതൊന്ന് പരിശോധിച്ചു നോക്കി. കൊള്ളാം എന്ന് പറഞ്ഞു. കൊള്ളാം. ഞാൻ അടുത്ത സമയത്ത് ആലപ്പുഴ വഴി യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒരു സ്റ്റാൾ കയറി. അവിടെ കയറിയപ്പോ ഈ ജലദോഷത്തിന് കൊള്ളാവുന്ന ഒരു ആയുർവേദിക് പ്രിപ്പറേഷൻ പറഞ്ഞ് ഒരു സ്റ്റാളിനകത്ത് ചില ആളുകൾ ഒരു ചെറിയ ബോട്ടിനെ പിടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. 100 രൂപ അതിന് വില, ആകെ ഇച്ചിരേ ഉള്ളൂ. അപ്പൊ മിക്കവാറും ഇങ്ങനെയുള്ള സ്റ്റോളിലൊക്കെ ഇടുന്ന സാധനങ്ങളൊക്കെ കച്ചവട ലക്ഷ്യമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ ബിക്സോ വല്ലതും ഉപയോഗിച്ചോളാം, പക്ഷെ എന്നെ പിടിച്ചേൽപ്പിച്ചു തരണം. അപ്പൊ എന്നോട് പറഞ്ഞു, സാർ ആദ്യം ഒരു കാര്യം ഒരു അല്പം തേണ്ടി ഒരു ചെറിയ സ്റ്റിക്കിയ ശാലത്തിന്റെ കയ്യിൽ തൂത്തിട്ട് ഒന്ന് മണത്ത് നോക്കി. ഞാൻ മണത്ത് നോക്കി. അപ്പം യൂക്കാലിപ്റ്റസിന്റെയും അതിന്റെ ഇതിനെയൊക്കെ പുൽത്തരത്തിനൊക്കെ ഒരു സ്മെല്ലുണ്ട്. ഏതായാലും ഒരെണ്ണത്തെ എന്നെ ഏൽപ്പിച്ചു. അപ്പൊ ഞാൻ അതിന്റെ ആ സാമ്പിൾ എന്റെ കയ്യെ തൂത്തിട്ട് ഞാൻ മണത്ത് നോക്കിയപ്പോൾ ഞാൻ അത് സ്വീകരിച്ചില്ല. അതിനെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയതേ ഉള്ളൂ. അപ്പൊ എന്റെ ഐ സ്മെൽഡ് ഇറ്റ് വാട്ട് ഇറ്റ് ഈസ്. പക്ഷെ 100 രൂപ കൊടുത്ത് ഞാനത് വാങ്ങിയപ്പോൾ ഐ പൊസസ്ഡ് ഇറ്റ്. ഇതാണ് വ്യത്യാസം. ഈ യഹൂദ സമൂഹം സ്വർഗത്തിന്റെ ദാനമായ രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിനെ അവര് ടേസ്റ്റ് ചെയ്ത് നോക്കി, പരിശോധിച്ച് നോക്കി. അത് വാസ്തവത്തില് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷയുടെ പ്രവൃത്തിയുടെ നേരെ വിപരീതമായ പ്രവൃത്തിയാണ്. നമ്മുടെ കർത്താവ് എബ്രായ ലേഖനം 2-ന്റെ 9 പറയുമ്പോൾ എങ്കിലും അല്പസമയത്തേക്ക് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച ഭവിച്ചവനായി യേശുവിനെ മരണം ആസ്വദിച്ചുകൊണ്ട് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു പറഞ്ഞു. അവിടെ പറയുന്നത് മരണം ആസ്വദിക്കുക എന്ന വാക്കിന് അത് ഫുള്ളി എന്ത് ചെയ്യാൻ, ഡ്രിങ്ക് ചെയ്യാന്നാണ് അർത്ഥം. കർത്താവ് കഷ്ടാനുഭവത്തെ സമ്പൂർണമായി അവൻ ഡ്രിങ്ക് ചെയ്തു, അല്ലെങ്കിൽ കുടിച്ചു. അല്ല ഈ പുളിച്ച വീഞ്ഞു കൊടുത്തപ്പം നാക്കോട് നക്കി നോക്കിയിട്ട് കുടിക്കാൻ മനസ്സില്ലെന്ന് പറഞ്ഞ പോലെ അല്ല യേശു ക്രൂശിന്മേൽ കഷ്ടാനുഭവം സഹിച്ചത്. കർത്താവ് എന്ത് ചെയ്തു? അത് സമ്പൂർണമായി അത് കുടിച്ചു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയ പട്ടണത്തിലെ യാക്കോബിന്റെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ നട്ടുച്ചയ്ക്ക് വന്ന ശമരിയക്കാരി സ്ത്രീയോട് യേശു ക്രിസ്തു പറയുന്നുണ്ട് 10-ാം വാക്യം, നിന്നോട് സംസാരിക്കുന്ന നീ സ്വർഗീയ ദാനം എന്ത് എന്ന് അറിയുകയും നിന്നോട് സംസാരിക്കുന്ന ആരെന്ന് ഗ്രഹിക്കുകയും ചെയ്തെങ്കിൽ
നിശ്ചയമായും അവൻ കൊടുപ്പാനിരിക്കുന്ന ജീവജലം നീ അവനോട് ചോദിക്കുമായിരുന്നു. അവളോട് സംസാരിക്കുന്ന കർത്താവായ യേശുവാണ്. അവൾ കോരി കുടിക്കാൻ പോകുന്നത് ദാഹജലമാണ്. അവളോട് സംസാരിക്കുന്നവൻ കൊടുക്കാൻ പോകുന്നത് ജീവജലമാണ്. അവൻ ആരാണെന്നും ഈ സ്വർഗീയ ദാനം എന്താണെന്ന് അവൾ അറിയുകയും ചെയ്യുന്നെങ്കിൽ നിശ്ചയമായും അവൻ കൊടുപ്പാനിരിക്കുന്ന ഈ ജീവജലം നിത്യജീവനിലേക്ക് ഒഴുകുന്ന നീരുറവ് അത് അവനോട് കുടിപ്പാൻ ചോദിക്കുമായിരുന്നു എന്നാണ് യേശു പറഞ്ഞത്. അപ്പൊ വാസ്തവത്തിൽ കർത്താവ് രക്ഷയുടെ ആ ദാനത്തെക്കുറിച്ചാണ് ശമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞത്. അതായത് ജീവജലത്തെക്കുറിച്ച്, നിത്യജീവനിലേക്ക് നയിക്കുന്ന ജീവജലത്തെ സംബന്ധിച്ച്. അതാണ് 14 വാക്കിൽ പറയുന്നുണ്ട്. അപ്പൊ അത് ഈ ചെറിയ വെച്ച് അത് സിപ്പ് ചെയ്ത ആളുകളെ കുറിച്ചല്ല കർത്താവ് പറയുന്നത്, അത് കുടിക്കുന്നവരെ കുറിച്ചാണ്. കർത്താവ് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുപ്പാനിരിക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല, അത് അവനെ നിത്യജീവനിലേക്ക് ഒഴുകുന്ന നീരുറവായി തീരും എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് സിപ്പപ്പൻ സാധനം കിട്ടി. ഈ പിള്ളേരൊക്കെ വാങ്ങിച്ചു കഴിക്കുന്ന ഒരു ചെറിയ പ്ലാസ്റ്റിക് ട്യൂബിനകത്തുള്ള ഒരു മധുരപാനീയമാണ്. അത് വാങ്ങിച്ച് മിക്കവാറും ഈ പിള്ളേരൊക്കെ കഴിച്ചിട്ട് എന്റെ ഈ വീടിന്റെ വാക്ക് വഴി പോകുമ്പോൾ സ്കൂൾ കുട്ടികളാണ് അത് ഈ വാതിൽ റോഡ് സൈഡിൽ ഇടും. ഞാൻ എന്റെ കവർ കണ്ടിട്ടുണ്ട്. സിപ്പപ്പ് അത് സിപ്പ് ചെയ്യുന്നവനല്ല, ജീവജലത്തെ സിപ്പ് ചെയ്യുന്നവനല്ല, ജീവജലത്തെ കുടിക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവരെ ടേസ്റ്റഡ് ഇറ്റ്. അപ്പൊ ഒരു വസ്തുവിന്റെ ഹോൾസം, അതായത് ഒരു മുഴുവൻ ഒരു പാത്രം കറി സാമ്പാർ വെച്ചു. ആ സാമ്പാറിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ആ പാത്രത്തിലെ മുഴുവൻ സാമ്പാറൂടെ കുടിക്കേണ്ട കാര്യമില്ല. ഒരല്പം സാമ്പാർ ഒരു ചെറിയ സ്പൂണിലെടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നാക്കൂടെ നമ്മൾ നക്കി നോക്കിയാൽ അതിന് കായമുണ്ടോ, പുളിയുണ്ടോ, പിന്നെ ചേരുവകളെല്ലാം ഉണ്ടോ, ഉപ്പുണ്ടോ എന്നൊക്കെ രുചിപ്രദമാണോ എന്നറിയാം. എന്നാൽ ചോറിനകത്ത് സാമ്പാർ ഒഴിച്ച് നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് ആ സാമ്പാർ തൃപ്തികരമായി അനുഭവമായി തീരുന്നത്. ഇവിടെ എന്ത് ചെയ്തു? ഇവര് ഈ പറയപ്പെട്ട സ്വർഗീയ ദാനത്തെ സിപ്പ് ചെയ്ത് നോക്കി. They sampled it, they tasted it, they examined it, but they did not receive it. Whereas they had not been saved. അവരതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവരും അല്ല. ഇതിനുശേഷം അല്പകാലം കഴിഞ്ഞപ്പോൾ യേശു ഗലീലയിൽ വെച്ച് തന്റെ പ്രസംഗം കേട്ട ആളുകളോട് ഇപ്രകാരം പറഞ്ഞു, ഐ ആം ദ ലിവിംഗ് ബ്രെഡ് ദാറ്റ് കെയിം ഡൗൺ ഫ്രം ഹെവൻ. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ആകുന്നു. He that eat of me shall live forever. എന്നെ തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഇത് കേട്ടപ്പോഴാ യഹൂദന്മാർക്ക് ഇടർച്ചയായി, ഇവൻ എന്താണ് ഈ പറയുന്ന താഴെയുള്ള വാക്കുകൾ? യേശു പറഞ്ഞു, എന്റെ മാംസം നിങ്ങൾ തിന്നുകയും എന്റെ രക്തം നിങ്ങൾ കുടിക്കുകയും ചെയ്യാതിരുന്നാൽ എന്റെ ജീവൻ നിങ്ങളിലില്ല. അപ്പൊ യഹൂദന്മാർ ഇത് കേട്ട് ഇടറി. അവർ പറഞ്ഞു, എന്തു മനുഷ്യൻ, എന്തൊരു വാക്കുകള്! ഇവന്റെ മാംസം നമുക്ക് തിന്നാൻ കഴിയുമോ? ഇവന്റെ രക്തം നമുക്ക് കുടിക്കാൻ കഴിയുമോ? കർത്താവ് പറഞ്ഞ ആത്മീയ അർത്ഥത്തെ ലൗകികതയിലാണ് അവർ ചിന്തിച്ചത്. മനസ്സിലാക്കിയത് യോഹന്നാൻ 6:51. അപ്പൊ ഇറ്റേണൽ ലൈഫ് കംസ് ഫ്രം ഈറ്റിംഗ്, നോട്ട് സിംപ്ലി ടേസ്റ്റിംഗ്. ഇത് മനസ്സിലാക്കണം. ദ ഡിഫറൻസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. യോബിസോനും അൻസനും ഒക്കെ മനസ്സിലാക്കേണ്ട ഡിഫറൻസ്. യു പീപ്പിൾ സേ that the people about whom that Paul is now mentioning here or speaking about, as if that they had drank the water. അവരത് കുടിച്ചായിട്ട് നിങ്ങൾ വ്യാഖ്യാനം അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരെന്ത് ചെയ്തു? they only tasted it. Eternal life comes from eating and not from tasting. God's gift of salvation is in Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷാമാർഗം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ക്രിസ്തുവിനെ കൈകൊള്ളുമ്പോഴാണ് ഒരുവൻ ചെയ്യുന്നത് രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ ഒരിക്കലും രക്ഷിക്കപ്പെടാൻ സാധിക്കില്ല. എന്നാല് ഒരു പാപിയുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ അവനെ രക്ഷയിലേക്ക് അവൻ നയിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് പ്രീ സാൽവേഷൻ മിനിസ്ട്രി ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്നൊരു ഭാഗമുണ്ട്. ഒരുവനെ രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് അവന് ആ പുറത്തുനിന്ന് രക്ഷയിലേക്ക് വരുവാനുള്ളവനെ വരുന്നവന് വേണ്ടി കർത്താവ് ചെയ്യുന്ന രക്ഷയ്ക്ക് മുമ്പായിട്ടുള്ള പ്രവൃത്തി പരിശുദ്ധാത്മാവിടെ ഉണ്ട്. ദിസ് ഈസ് പാർട്ട് ഓഫ് മിനിസ്ട്രി ഓഫ് ഡ്രോവിംഗ് മെൻ ടു ക്രൈസ്റ്റ്. പുരുഷാരത്തെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. കർത്താവിന് എന്താ പറഞ്ഞു? ഞാൻ ഉയർത്തപ്പെട്ടാൽ അനേകരെ
എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. ഇവിടെ ടേസ്റ്റിംഗ് ഈസ് നോട്ട് ഈറ്റിംഗ് എന്ന് മനസ്സിലാക്കണം. ഈ ജനം സ്വർഗീയ ദാനം ആസ്വദിച്ചവരാണ്. They sampled it, they examined it, they tasted it with their tongues, and they even opinioned that it is good. But they never ate it. അവർ ഇതില്ല, ഭക്ഷിച്ചില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം, ജീവന്റെ അപ്പം ഞാനാകുന്നു. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. കർത്താവ് പറഞ്ഞു. എന്നെ രുചിച്ചു നോക്കുന്ന ജീവിക്കുന്നല്ല പറഞ്ഞു. നമ്മളൊക്കെ തിരുവത്താഴത്തിന് ഈ ബണ്ണിന്റെ ഒരു ചെറിയ അംശം നമ്മള് ഒന്ന് എടുക്കുന്ന പോലെ ടേസ്റ്റ് ചെയ്ത ആളുകളായി വരാം. മനസ്സിലായല്ലോ? അപ്പൊ വാസ്തവത്തില് ഈ പരിശുദ്ധാത്മാവായ ദൈവം രക്ഷയുടെ ഒരു അഭിരുചി, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയുടെ അഭിരുചി രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാണിച്ചു തരും. എന്നാല് ആ അഭിരുചി പ്രാപിച്ചവർ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ ആളത്വപരമായി, വ്യക്തിപരമായി രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കണം. ഈ പറയപ്പെട്ട ഈ ടേസ്റ്റിംഗ്, അതായത് ഈ രുചിക്കൽ അവർക്ക് ലഭിച്ചെങ്ങനെയാണ്? ഇറ്റ് കെയിം ഫ്രം വാട്ട് ദേ സോ ആൻഡ് ഹേർഡ്, ആസ് മെനി ടുഡേ ഹാവ് സീൻ ദ ട്രാൻസ്ഫോമിംഗ് പവർ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഹേർഡ് ദ ഗോസ്പൽ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർ കാണുകയും കേൾക്കുകയും ചെയ്തത് മുഖാന്തരമായി അവർക്കുണ്ടായ രുചിയാണത്. ഇന്നും അങ്ങനെ തന്നെ അനേക സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അനേക ആളുകൾ എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിനെ കുറിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. പക്ഷെ അവര് വിൽഫുള്ളി അവനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നില്ല. ക്രിസ്തുവിനെ കുറിച്ച് കാണുകയും കേൾക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ആളുകളല്ല, കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ച് ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരെയാണ് കർത്താവ് രക്ഷിച്ച് തന്റെ മക്കളാക്കി തീർക്കുന്നത്. ദിസ് മേക്സ് എ ഡിഫറൻസ്. സോ ടേസ്റ്റിംഗ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഈറ്റിംഗ്. രുചിക്കുക എന്ന് പറയുന്നതും തിന്നുക എന്ന് പറയുന്നതും രണ്ടാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഇവിടെ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ നിർത്തുന്നു. എബ്രായലേഖനം 6-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്കുകളിൽ പറയപ്പെടുന്ന വേദഭാഗം വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചാണോ, അതോ രക്ഷയുടെ വക്കിലോളം എത്തിച്ചേർന്നിട്ടും സ്വർഗീയ പ്രകാശനം ലഭിച്ചിട്ടും ഭൗതിക മണ്ഡലത്തിൽ സ്വർഗീയ പ്രകാശം മനസ്സിലാക്കിയിട്ടും രക്ഷയുടെ സന്ദേശമായ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിനെ രുചിച്ചു നോക്കി അവരെ കുറിച്ച് കാണുകയും കേൾക്കുകയും ചെയ്ത മുഖാന്തരമായി കേവലം രുചിച്ചു നോക്കി വരും. അപ്പോൾ തന്നെ അവനെ ആഹരിക്കാത്തവരുമായ ആളിനെ കുറിച്ചാണോ പറയുന്നത് എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. കർത്താവ് ചോദിച്ചാൽ ഇതിന്റെ ബാക്കി 3 സെഗ്മെന്റ് കൂടെ ഞാൻ പറയും. ഇനി അതിനുശേഷം 10-ാം അധ്യായത്തിന്റെ 26 മുതൽ വാക്യം പറയും. അതുവരെ നിങ്ങൾക്ക് ന്യായമായുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഭാഗത്തുനിന്ന് വചനാടിസ്ഥാനം ചോദിക്കാല്ല. ES ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റാന്ന് 1000 പ്രാവശ്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ ശ്രദ്ധിക്കാൻ പോലും പോകുന്നില്ല. ഞാൻ പറയുന്ന തെറ്റെന്താണെന്ന് അവിടെ എഴുതിയിടണം. എന്താണെന്ന് എഴുതിയിട്ട് കഴിഞ്ഞാൽ അതിനെ ഞാൻ കോൺട്രോൾ ചെയ്യാം, അതിന് മറുപടി തരാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.